ഹരേ കൃഷ്ണ. ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിൽ എത്തിച്ചേരുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ലങ്കയിൽ നിന്നും വായുവേഗത്തിൽ ഹനുമാൻ വരുന്നത് കണ്ട് ജാംബവാൻ പറഞ്ഞു, അംഗദകുമാര, വാനരവീരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വായുനന്ദനന്റെ യാത്രാവേഗത കൊണ്ടാണ് കാറ്റ് ശക്തിയായി വീശിയത്. ജാംബവാന്റെ വാക്ക് കേട്ട് സന്തുഷ്ടനായ കുരങ്ങന്മാർ അങ്ങകലെ ആകാശമാർഗത്തിലേക്ക് ദൃഷ്ടികൾ പായിച്ചു. മേഘപാളികൾക്കിടയിലൂടെ പാഞ്ഞുവരുന്ന ദിവ്യാസ്ത്രമെന്ന പോലെ വായുപുത്രൻ മേഘപാളികളെ ഭേദിച്ചുകൊണ്ട് അതിവേഗം പറന്നെത്തുന്ന കാഴ്ച കണ്ട് വാനര സൈന്യം സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു. ഹനുമാൻ വിജയിക്കട്ടെ, വായുപുത്രൻ വിജയിക്കട്ടെ എന്ന ജയാരവം നീണ്ടു നിൽക്കെ ഹനുമാൻ മെല്ലെ താണു വന്ന് മഹേന്ദ്രപർവ്വതത്തിൽ കാലുകുത്തി. ഹനുമാനോട് വിശേഷങ്ങൾ തിരക്കാനുള്ള ആകാംക്ഷ കൊണ്ട് അംഗദാദികൾ ഹനുമാനെ പൊതിഞ്ഞു. ഹനുമാൻ ഓരോരുത്തരെയായി ആലിംഗനം ചെയ്തു. പിന്നെ ജാംബവാനെ പ്രണമിച്ചു. അതിനുശേഷം ഒരിടത്ത് സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു. അപ്പോൾ ജാംബവാൻ പറഞ്ഞു, വായുപുത്ര, നീ വാനരവംശത്തിന് എന്നും ഒരലങ്കാരമായിരിക്കും. ലോകമുള്ളിടത്തോളം കാലം നിന്റെ നാമം വാഴ്ത്തപ്പെടും. വിശേഷങ്ങൾ അറിയാൻ തൻ്റെ ചുറ്റും ആകാംക്ഷാഭരിതരായി നിൽക്കുന്ന വാനരന്മാരെ കണ്ട് ഹനുമാൻ പറഞ്ഞു, കൂട്ടുകാരെ, പോയ കാര്യം സാധിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത്, പോയ കാര്യം സാധിച്ചുവെന്നോ? അങ്ങ് സീതാദേവിയെ കണ്ടുവന്നോ? വാനരാദികൾ ആകാംക്ഷയോട് തിരക്കി. അതെ, ഞാൻ സീതാദേവിയെ കണ്ടുവെന്നു മാത്രമല്ല, സംസാരിക്കുകയും ചെയ്തു. നേരോ? ദേവി അവിടെ എങ്ങനെ കഴിയുന്നു? സദാ രാമനാമം ഉരുവിട്ടുകൊണ്ട് രാമനെ തന്നെ സ്മരിച്ചുകൊണ്ട് ദിവസങ്ങൾ എണ്ണിയെ കഴിയുകയാണ്. ആ രൂപം കണ്ടാൽ തന്നെ വളരെ കഷ്ടം തോന്നും. പാവം. ഭക്ഷണമൊന്നും കഴിക്കാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്നാനം പോലും ദേവി മറന്നിരിക്കുന്നു. ദേവി പട്ടിണി കിടന്ന് തന്നെ മെലിഞ്ഞിരിക്കുന്നു. ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പ്രയാസമുണ്ട്. ഹനുമാൻ ദുഃഖത്തോട് ഇത്രയും പറഞ്ഞ് അവസാനിച്ചപ്പോൾ ജാംബവാൻ ചോദിച്ചു, ഹനുമാൻ, നീ എങ്ങനെയാണ് സീതാദേവിയെ കണ്ടെത്തിയത്? പിന്നെ എന്തൊക്കെയുണ്ടായി? എല്ലാം സവിസ്തരം പറയുക. എനിക്ക് കേൾക്കാൻ തിടുക്കമുണ്ട്. ജാംബവാന്റെ ജിജ്ഞാസ കണ്ട് ഹനുമാൻ വാചാലനായി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി കഥാഭാഗം അടുത്ത ഭാഗത്ത്.